ഹലോ വെൽക്കം ടു ലൈഫ് വിത്ത് റൂട്ട്സ്. അപ്പോൾ ഇന്ന് നമുക്ക് കുതിരവാലി തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടുനോക്കാം. അതിന് വേണ്ടി നമുക്ക് കുതിരവാലിയുടെ കണ്ണിത്തല കിട്ടിയിട്ടുണ്ട്. ഈ കണ്ണിത്തലയാണ് നമ്മൾ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുന്നത്. ഇതെല്ലാം നമ്മൾ നേരത്തെ നട്ട് വെച്ചേക്കണ തിപ്പലിയാണ്. ഇതിന് ഏകദേശം ഒരു 6 മാസം പ്രായമായിട്ടുണ്ട്. അപ്പോൾ ഈ 6 മാസം പ്രായമായ തിപ്പലിയിലാണ് നമ്മൾ നമ്മുടെ കുതിരവാലിയുടെ കണ്ണിത്തല ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുന്നത്. ആദ്യം നമ്മുടെ തിപ്പലി എടുത്തിട്ട് ഇതിൻ്റെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കണം. എന്നിട്ട് അതിൻ്റെ മോള് ഭാഗം വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കളയും. ഈ കട്ട് ചെയ്യണ ഈ തിപ്പലി നമുക്ക് വീണ്ടും മണ്ണിൻ്റെ അകത്ത് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും വളർന്നു വരുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ കുതിരവാലിയുടെ നമ്മൾ നേരത്തെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ണിത്തല എടുത്ത് ഇത് കണ്ടോ, ബ്ലേഡും കൊണ്ട് ഇങ്ങനെ നല്ല ഷാർപ്പായിട്ട് ചെത്തിയെടുക്കും. ഈ ചെത്തിയെടുത്ത കമ്പ് നമ്മൾ തിപ്പലി ഇങ്ങനെ ഒന്ന് നടുവേ ഒന്ന് പിളർന്നിട്ട് അതിൻ്റെ അകത്തേക്കാണ് വെക്കണേ. കണ്ടോ, ആ കമ്പിനെ എടുത്ത് തിപ്പലിയുടെ കമ്പിൻ്റെ അകത്തേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടേപ്പാണത്. അതെടുത്തിങ്ങനെ വലിച്ചു മുറുക്കി കെട്ടും. ഇതിങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 3 മാസത്തിന് ശേഷമായിരിക്കും ഇത് ആവശ്യക്കാർക്ക് നൽകത്തുള്ളൂ. കാരണം ഇതിൻ്റെ അകത്ത് വെള്ളമൊന്നും ഇറങ്ങാതെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ നന്നായിട്ട് നനച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ അങ്ങനെയൊക്കെ നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ കേട് തീർന്ന് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് 3 മാസം നമ്മൾ തന്നെ പരിചരിച്ച് ഇത് ഗ്രാഫ്റ്റിങ് കുഴപ്പമൊന്നുമില്ല, കേടൊന്നും പിടിക്കാതെ സെറ്റായിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മളിത് ആവശ്യക്കാർക്ക് കൊടുക്കത്തുള്ളൂ.